NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാർ. ഏകാധിപതികളാണ് NSSനെ നയിക്കുന്നത്, തന്നോട് കാട്ടിയ നന്ദികേടിന് കാലം വലിയ ശിക്ഷ നൽകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പെരുന്നയിലെ മന്നം സമാധി എല്ലാവർക്കുമായി തുറന്നു നൽകണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഏകാധിപതികൾ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയായാലും അത് ലോക ചരിത്രമാണ്. ഏകാധിപതികൾക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തകർന്നടിഞ്ഞ കാഴ്ചയാണ് കണ്ടിട്ടുള്ളതെന്നേ പറഞ്ഞുള്ളൂ. അത് NSSലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് കലിയുഗമാണെന്ന് പറഞ്ഞത് കലിയുഗമാണല്ലോ. കലിയുഗത്തിൽ സത്യത്തിന് മൂല്യമില്ല. കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ തണലായി നടന്ന് അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റിയ ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെയും പറ്റിയിട്ടുണ്ട്. ഈ പലരും എനിക്കേറെ പ്രസംഗിക്കാൻ നടക്കുന്ന പല ആളുകളും പത്തനാപുരത്തും വാളകത്തും ഒക്കെ വന്ന് എൻ്റെ കാലിത്തൊട്ട് കൊടുത്തിട്ട് പോയിട്ടുള്ളവരാണ്. ഞാൻ തിരഞ്ഞെടുത്ത് വിട്ടവരും ഞാൻ NSSന്റെ പ്രതിനിധിസഭയിലേക്ക് പറഞ്ഞു വിട്ടവരും ഒക്കെ ആളുകളാണ് കാലും കയറ്റിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മളെല്ലാത്തിനും സത്യം അവസാനം ഒരു വിജയമുണ്ട്. അത് ന്യായമായ കാര്യം വെച്ചാൽ ഈ ജനറൽ സെക്രട്ടറി ഈ അടുത്ത സമയത്ത് TV-യിൽ പറയുന്നത് കേട്ടു, മന്നത്തിൻ്റെ ആചാര്യൻ സമാധി കൊള്ളുന്ന സ്ഥലം ഒരു ക്ഷേത്ര തുല്യമാണ്, അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ട, പട്ടിയും പൂച്ചയൊന്നും പ്രവേശിക്കേണ്ട. ഒരു സാധാരണ നായർക്ക്, നമ്മുടെ ഈ കുന്നിക്കോടുള്ള ഒരു സാധാരണ നായർ കരയോഗത്തിലെ അംഗത്തിന് പോയാൽ അദ്ദേഹത്തെ ദർശിക്കാനും പുഷ്പാർച്ചന നടത്താനും പ്രാർത്ഥിക്കാനും അവസരം കൊടുക്കുന്ന സമയം പ്രോട്ടോകോൾ ഉണ്ടെന്നാണ് പറഞ്ഞു. ആ പ്രോട്ടോകോൾ ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. സുകുമാരൻ നായരെ മുഖ്യമന്ത്രി VD സതീശൻ അപമാനിച്ചു എന്ന NSSന്റെ ആരോപണം ഗണേഷ് കുമാർ തള്ളുകയും ചെയ്തു. VD സതീശൻ ഒരിക്കലും NSSനെയോ ഒരു സമുദായത്തെയോ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ല. തനിക്ക് വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയാണ് സതീശൻ. അത്തരം വിമർശനം ശരിയല്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സതീശൻ അങ്ങനെ ഒരിക്കലും NSSനെ അധിക്ഷേപിച്ചതായിട്ടോ NSS മോശമായിട്ട് പറഞ്ഞിട്ടോ ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ പണ്ടും ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് പേഴ്സണലി. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഒരു സമുദായത്തെയും കളിയാക്കിയൊന്നും സംസാരിച്ചായിട്ട് എനിക്കറിയില്ല. ഹെവി ജയശങ്കർ കൂടുതൽ വിവരങ്ങൾ നൽകും. ജയശങ്കർ, നമുക്കറിയാം പത്തനാപുരത്ത് ഇത്തവണ ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിന് പിന്നാലെ NSSലെ സ്ഥാനനഷ്ടം, ഇത് രണ്ടും ഗണേഷ് കുമാറിനെ വലിയ തോതിൽ മാനസിക പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും മറച്ചുവെക്കാതെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും തൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. ജി സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ തുറന്നു തന്നെ പറയുകയും ചെയ്യുന്നു, അല്ലേ ജയശങ്കർ? അതായത് NSSന്റെ ഒരു കരയോഗം സംഘടിപ്പിച്ച അതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ് ഇത്തരത്തിൽ പരോക്ഷമായി NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ തന്നെ KB ഗണേഷ് കുമാർ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. ഏകാധിപതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവർ തകർന്നു പോകുമെന്നാണ് സുകുമാരൻ നായരുടെ പേര് പറയാതെ ഗണേഷ് കുമാർ പറയുന്നത്. ബാലകൃഷ്ണ പിള്ളയുടെ തണലായി നിന്നവർ ഇപ്പോൾ തിരിച്ചടിക്കുന്നു എന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മന്നം സമാധി എന്ന് പറയുന്ന ഒരു ക്ഷേത്ര തുല്യമാണെന്ന് സുകുമാരൻ നായർ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ മന്നം ക്ഷേത്രം എപ്പോഴും തുറന്നിടണം, നായർ സമുദായത്തിൽ വരുന്ന ആളുകൾക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ സാധാരണ ക്ഷേത്രം പ്രവർത്തിക്കുന്ന പോലെ അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ VD സതീശനുമായി ബന്ധപ്പെട്ട സുകുമാരൻ നായരുടെ പരാമർശങ്ങളെയും ഈ KB ഗണേഷ് കുമാർ തള്ളുന്നുണ്ട്. VD സതീശൻ ഒരിക്കലും NSSനെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയും ആക്ഷേപിക്കുന്നത് താൻ കണ്ടില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വ്യക്തിയാണ് VD സതീശനെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിമർശനം അത് ശരിയല്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അങ്ങനെ NSSന്റെ ജനറൽ സെക്രട്ടറിയെ പരോക്ഷമായി തള്ളുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇന്ന് അദ്ദേഹം സ്വീകരിച്ചത്. NSSന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഉൾപ്പെടെ KB ഗണേഷ് കുമാർ പുറത്താകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട കാലത്തോളം ഇതിന് ശേഷം ബോർഡിൽ നിന്ന് ഉൾപ്പെടെ പുറത്തായതിനു ശേഷം NSS പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഇന്നാണ് എന്തായാലും കുന്നിക്കോട് നടന്നൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവിടെ വെച്ച് പരോക്ഷമായി കലികാലം എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഇത്തരത്തിൽ NSS ജനറൽ സെക്രട്ടറിയും ഈ സമുദായത്തെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് പരോക്ഷമായിട്ടുള്ള പ്രതികരണവുമായി KB ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത്. ശരി ജയശങ്കർ.